Ladies and gentlemen, this is Adarsh and welcome to My Gonadi. ഒരു മലയാളം ക്രൈം ത്രില്ലർ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത പടമാണ്. ഞാൻ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പടം പാതിരാത്രി. നമ്മുടെ സൗബിൻ ഷാഹിർ, നവ്യ നായരൊക്കെ അഭിനയിച്ച പാതിരാത്രി ഇപ്പൊ C5 സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സൗബിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആദ്യം ചിരി വരുന്നത്. കൊണേഷ് കനകരാജ് അണ്ണന്റെ കൂലിയിൽ പോയിട്ട് നമ്മുടെ സൗബിൻ അണ്ണൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന്റെ ഓഡിയോ ലോഞ്ചിന് എന്തിനോ കൊണേഷ് അണ്ണന്റെ കൊണയടി. സൗബിൻ ഇനി ചെന്നൈയിലേക്ക് മാറേണ്ടി വരും, അവിടെ വീട് വാങ്ങിക്കേണ്ടി വരും, ഇനി തുരുതുരാ പടകളായിരിക്കും. അണ്ണൻ ആ പെട്ടത്തേങ്ങയിൽ അഭിനയിച്ച ശേഷം അടുത്തത് ഇറക്കി വിട്ടത് ഈ പെട്ടത്തേങ്ങയാണ്, പാതിരാത്രി. ഇപ്പൊ പിന്നെ തമിഴിലും സിനിമയില്ല, മലയാളത്തിലും സിനിമയില്ല. അയ്യേ അണ്ണ നിങ്ങക്ക് എന്ത് പറ്റിയ അണ്ണ, ഈ റെയിൽവേ ട്രാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും തലവെക്കൂ? അയ്യേ ഈ സിനിമ ഒരു റോന്ത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റോഷൻ മാത്യൂസിന്റെയും അതേപോലത്തെ ദിലീഷ് പോത്തന്റെയും റോന്ത് റീക്രിയേറ്റ് ചെയ്യാനാണ് ഈ പടം നോക്കിയിരിക്കുന്നത്. ആദ്യമൊക്കെ കാണുമ്പോൾ റോന്ത് 144P ആയിട്ട് തോന്നും. പിന്നീട് പരിപ്പുവട ത്രില്ലർ പറഞ്ഞാൽ പരിപ്പ് വടയ്ക്ക് വരെ നാണക്കേട്. സോ പാതിരാത്രി കറക്റ്റാണ് പേര്, ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ മതി. മിഡ് നൈറ്റ് എന്നല്ല അതിന്റെ ഇംഗ്ലീഷ്, അങ്ങനെയല്ല. പാതി പറഞ്ഞ ഹാഫ്, രാത്രി പറഞ്ഞ നൈറ്റ്. പാതി വെന്ത പരിപ്പ് വട എന്ന് പറയാൻ പോലും പറ്റില്ല. ഒട്ടും വേവാത്ത പരിപ്പ് വട ഇട്ടു, ഗ്യാസ് ഓൺ ആക്കാൻ മറന്നു. ഈ സിനിമ ആദ്യം ഒരു ഹൊറർ മൂഡിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു തള്ളക്കിടു സാധനമായിരിക്കുന്നത്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളും പരിപാടികളും, ഒരു പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഉണ്ടാവുന്ന തിരക്കൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്തോ കുടുംബ സീരിയലാ. ഒരു ക്രൈം ത്രില്ലർ പറഞ്ഞാൽ വല്ലവന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണോ ക്രൈം ത്രില്ലർ? അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. നവ്യ നായരുടെ ഭർത്താവ് സബരീഷ് ആണ് ഇതില് നവ്യ നായരുടെ ഭർത്താവ്. അവര് തമ്മിൽ ഡൈവേഴ്സ്, അതിന്റെ പ്രശ്നവും പരിപാടിയൊക്കെ. സബരീഷ് സ്പിരിച്വാലിറ്റിയിലോട്ട് അണ്ണന് പോണം. അണ്ണന് മറ്റേ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊന്നും താല്പര്യമില്ല. ആൻഡ് ഇവരെ കൗൺസിൽ ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്തോ ഉണ്ട്, അത് അതിലേറെ കിടുവാണ്. ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ മാറാൻ ഒരു കുട്ടി ഉണ്ടായാൽ മതി. ഇങ്ങനെ 10 പേരെ കൗൺസിൽ ചെയ്താൽ ലോകം പഠിച്ചു പോകും. അല്ല, അറിയാറ്റ് ചോദിക്കരുത്, എവിടുന്നാണ് കൊച്ചു കൗൺസിലിംഗ് ഒക്കെ പഠിച്ചത്? അയ്യേ സൗബിൻ ഡിവോഴ്സ്ഡ് ആണ്. സൗബിന്റെ കൊച്ചിന് സൗബിന് വേണം. അങ്ങനെ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ 2 മണിക്കൂർ പടത്തില് ഏകദേശം 1.25 മണിക്കൂർ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ. അയ്യേ കുടുംബ സീരിയല് പരസ്പരം ഇതിലും ഭേദമായിരുന്നു. സീരിയസ്ലി സ്പീക്കിംഗ് പരസ്പരം സീരിയല് ഇതിലും കിടുവായിരുന്നു. ഒരു ലൈഫില്ലാത്ത പടം. ആൻഡ് നവ്യ നായർ ഇതില് ഓടിയ ഓട്ടം, ഇന്ത്യക്ക് വേണ്ടി ഓടിയുണ്ടെങ്കിൽ ഇപ്പൊ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയേനെ. അച്ഛേ പകരം ഈ പെട്ടത്തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഓടിയത്. ഒരൊറ്റ എണ്ണം ഈ സിനിമയിൽ ജീവനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഈ സിനിമയില് കിട്ടുമായിരുന്നു ആരാണ് വെച്ചാൽ സൗബിന് ഒരു സ്പ്ലെൻഡർ ബൈക്ക് ഉണ്ട്, അത് കിട്ടുമായിരുന്നു. ബാക്കി ഒരൊറ്റ എണ്ണം കൊള്ളൂല. സണ്ണി വെയിൻ ഉണ്ട്. സോ ഇതില് ആൻ അഗസ്റ്റിന്റെ ഭർത്താവായിട്ട് സണ്ണി വെയിൻ ആണ്. അതൊരു ഭയങ്കര ഒരു ത്രിൽ അടിപ്പിക്കുന്ന മൊമെന്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇന്ന ഒരു കിടു കാസ്റ്റ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ള ആള് പറഞ്ഞിട്ട്. ഇതിന്റെ പോസ്റ്ററിൽ തന്നെ ആൻ അഗസ്റ്റിനും അതേപോലെ തന്നെ സണ്ണി വെയിനും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവില്ല സണ്ണി വെയിൻ ആണ് അത്. ഇതിൽ എന്നാ ത്രിൽ അടിപ്പിക്കുന്ന മൊമെന്റ് ആണ്. അയ്യേ ആൻ അഗസ്റ്റിൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആൻ അഗസ്റ്റിൻ വീണ്ടും സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റേ എൽസമ്മ എന്ന ആൺകുട്ടി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. പിന്നെ ചേച്ചി കുറെ പെട്ടത്തേങ്ങനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. റബേക്ക ഒതുപ്പ്, കഴക്ക മല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല. സണ്ണി വെയിൻ 1 മിനിറ്റ് റോള്, മറ്റേ ആൻ അഗസ്റ്റിന് 2 മിനിറ്റ് റോള്. പിന്നെ എന്തിനാണോ ഇവരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആൻഡ് ഇതിന്റെ ട്വിസ്റ്റ് ഈ ചേക്കിൽ ഏത് കൊച്ചു ചെറുക്കന് വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ആണ്. ഏത് സിനിമ ആയിക്കോട്ടെ, റിയൽ ലൈഫ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വിനയം ആര് കാണിക്കുന്നോ അവൻ ലോക ആളാനായിരിക്കും. അത് ഇതും തന്നെ ഈസിയായി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ എന്തോന്ന് ട്വിസ്റ്റ് പറഞ്ഞിട്ടാണ് അവരെ ലാസ്റ്റ് ട്വിസ്റ്റ് മേലെ ട്വിസ്റ്റ് പറഞ്ഞിട്ട് കൊണ്ടുവന്ന്. സീരിയസ്ലി അതൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ആൻഡ് ഈ 2 മണിക്കൂർ ഒച്ച് പോലെയാണ് നീങ്ങിപ്പോണത്. ഇത് പോണുമില്ല, കഴിയണമില്ല. സീൻ ബൈ സീൻ എടുത്ത് നോക്കിയാൽ ഒരു സീനും അടുത്തൊരു സീനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതൊരു കൊച്ചുണ്ടാ ആത്മീയ, ആ കൊച്ചു 2 മിനിറ്റ് വരുന്നുണ്ട്. അയ്യേ ആൻഡ് ഇതില് കില്ലിങ്ങിന് പറയണ മോട്ടീവ് ഒക്കെ കേട്ട ചിരിച്ച് ചാവും. അതാ ഞാൻ പറയാം, കുടുംബ സീരിയൽ തോറ്റു പോണ സാധനമാണ് പാതിരാത്രി.
അതായത് ഹാഫ് നൈറ്റ്, ഒരു പരട്ട പടം. എനിക്ക് ഒട്ടും മാർക്കായിട്ടില്ല. ഐ ഫൈൻഡ് ദിസ് എ ബിലോ ആവറേജ് ഫിലിം. ആൻഡ് ഇത് ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്നൊക്കെ എഴുതി കാണിച്ച് നന്നായിട്ടാ, ഇല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ വിശ്വസിക്കില്ല. അങ്ങേര് ചെയ്തതിൽ വെച്ച് ഏറ്റവും പരട്ട മ്യൂസിക് വർക്ക്. വേസ്റ്റ് സാധനം പറഞ്ഞാൽ വേസ്റ്റ് സാധനം. ഒരു മൊമെന്റിൽ പോലും ത്രില്ല് അടിപ്പിക്കുന്നില്ല. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ കുറെ പാട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ സബരീസ് അണ്ണന്റെ കുറെ പേക്കൂത്തുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഹരിശ്രീ അശോകന് ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങേരെ മറ്റേ ലുക്കൊക്കെ കണ്ടപ്പോ കിഡു ക്യാരക്ടർ ആയിരിക്കും വിചാരിച്ചു. അങ്ങേർക്കോ ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് രണ്ടുപേർക്കും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. അത് എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ചിലർക്കൊക്കെ ഇത് വൻ കിടു സാധനമാണ് തോന്നും. എടേ നമ്മൾ റോന്ത് കണ്ടിട്ടില്ലാണ്. പിന്നെ മറ്റേ ജോജു അതേപോലെ കുഞ്ചാക്കോ ബോബന്റെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊരു പടമാണ്, എനിക്ക് എന്റെ പേര് മറന്നു. അതൊക്കെ കണ്ട നമുക്ക് ദിസ് ഇസ് ആക്ച്വലി വെരി വെരി പെട്ട തേങ്ങയായിട്ടേ തോന്നുള്ളൂ. സോ എനിക്ക് ഒട്ടും വർക്കാവാത്ത പടമാണ് പാതിരാത്രി. വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ C5.